നമസ്കാരം കൂട്ടുകാരെ. 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം ദാവീദ്. തിയേറ്ററിൽ വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് വന്ന ചലച്ചിത്രം അത്ര വലിയ വിജയമായി മാറിയിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടാൻ ചലച്ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. ദീപു രാജീവനും ഗോവിന്ദ് വിഷ്ണുവും എഴുതിയ ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ്. സെഞ്ചുറി മാക്സ് ജോണും മേരി പ്രൊഡക്ഷൻസും പനോരമ സ്റ്റുഡിയോസും എബി അലക്സ് എബ്രഹാമും ടോം ജോസഫും ചേർന്ന് സിനിമ നിർമ്മിച്ചിരിക്കുന്നു. ആന്റണി വർഗീസും ലിജിമോൾ ജോസും വിജയരാഘവനും സെയ്ജു കുറുപ്പുമൊക്കെയായിരുന്നു ചലച്ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. നിലവിൽ ചലച്ചിത്രം C5-ലൂടെ OTT-യിൽ സ്ട്രീം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും ചലച്ചിത്രം കാണുമല്ലോ. നമുക്ക് ഈ ചലച്ചിത്രത്തിന്റെ ചെറിയൊരു കഥാസംഗ്രഹം കേട്ടുനോക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. ഒരു ഹീറോ എന്താണ്, ആരാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ചലച്ചിത്രം ആരംഭിക്കുന്നത്. അത്രമേൽ ധൈര്യമുള്ളവർ എന്ന് അംഗീകരിക്കപ്പെടുന്നവർ, മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവർ, അതുമല്ലെങ്കിൽ മഹത്തായ ക്വാളിറ്റികളുള്ളവർ, അവരെയാണ് ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്നത്. വർഷം 2024. സബർബൻ കൊച്ചിയിലെ ഒരു ഹൈസ്കൂൾ പ്രദേശം. അവിടെ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയാണ് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ഗോലിയാത്തിനെ പറ്റി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കെ ഗോലിയാത്തിനെ ഹീറോവായി മനസ്സിൽ കണ്ട് ക്ലാസ്സിലിരുന്ന കുഞ്ഞി എന്ന പെൺകുട്ടി തന്റെ വാപ്പയെ ഗോലിയാത്തായി ഹീറോവായി കരുതി ആ കഥ കേൾക്കാനും മനസ്സിൽ കാണാനും തുടങ്ങി. ഒടുവിൽ പോർക്കളത്തിൽ പൊരുതി നിന്ന ഗോലിയാത്ത് എതിരാളികളെ തോൽപ്പിച്ചു നിൽക്കുമ്പോ ദാവീദിന്റെ ചതിയേറ്റ് കവണയിൽ നിന്നുള്ള കല്ലേറ്റ് വടവൃക്ഷം കണക്കെ പതിന് താഴെ വീണു. ഗോലിയാത്ത് താഴെ വീണു എന്ന് കേട്ടതും കുഞ്ഞി ചാടി എഴുന്നേറ്റു. അപ്പോ ടീച്ചറെ ഗോലിയാത്തല്ലേ ഹീറോ എന്ന മട്ടിൽ ചോദിച്ചു. അവിടാണ് ദാവീദ് എന്ന ചലച്ചിത്രം ആരംഭിക്കുന്നത്. അന്ന് സ്കൂൾ വിട്ടുപോകുമ്പോ കുഞ്ഞിയുടെയും ക്ലാസ്മേറ്റ്സിന്റെയും ചർച്ചയും ഗോലിയാത്താണോ ദാവീദാണോ ഹീറോ എന്നതിനെ പറ്റിയായിരുന്നു. പൊരുതി നിന്നതുകൊണ്ട് ഗോലിയാത്താണ് ഹീറോ എന്ന് കുഞ്ഞി വാദിച്ചപ്പോ അല്ല, അവസാനം നേട്ടമുണ്ടാക്കിയത് ദാവീദാണല്ലോ, അതുകൊണ്ട് ദാവീദാണ് ഹീറോ എന്നായിരുന്നു കൂട്ടുകാരുടെ മറുപടി. പക്ഷേ കുഞ്ഞിക്ക് അതിഷ്ടപ്പെട്ടില്ല. താൻ തന്റെ വാപ്പിയെയാണ് ഗോലിയാത്തായി ഹീറോവായി കണ്ടതെന്നും വാപ്പി തോക്കില്ലെന്നും പറഞ്ഞ് അവൾ കൂട്ടുകാരോട് തർക്കിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. കുഞ്ഞിക്ക് അവളുടെ വാപ്പി ആഷിഖ് അബു ഒരു ഹീറോ തന്നെയായിരുന്നു. വീട്ടിലെത്തിയ കുഞ്ഞി വാപ്പിയെ നോക്കി കണ്ടു. അയാൾ പതിവ് പോലെ വീടിനകത്ത് കിടന്നുറങ്ങുകയാണ്. ആഷിഖ് അബുവിനെ പറ്റി പറഞ്ഞാൽ പതിവായി അയാൾ പണിക്കൊന്നും പോവില്ല. വീട്ടിൽ തന്നെ പരമാവധി സമയം കഴിച്ചുകൂട്ടും. ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ചുറ്റിക്കറങ്ങും. ആഷിഖ് അബുവിന്റെ ഭാര്യ ഷെറിൻ ജോലിക്ക് പോയിക്കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ആഷിഖ് ജോലിക്ക് പോവാത്തതിൽ ഷെറിന് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ആഷിഖിനോടുള്ള സ്നേഹം കൊണ്ട് ഷെറിൻ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അന്ന് പക്ഷേ ഷെറിൻ ആഷിഖ് അബു അങ്ങനെ റേഷൻ കടയിൽ പോലും പോവാതെ പണമൊക്കെ ചെലവഴിച്ച് വീട്ടിലിരിക്കുന്നതിന്റെ പേരിൽ ചെറിയ പ്രശ്നമുണ്ടാക്കി. അടുത്ത ദിവസം മുതൽ താൻ പണിക്ക് പോകും, പൈസ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ അവൻ അന്ന് തന്നെ മാൻ പവർ ഏജൻസിയിലെ വൈറ്റസ് ചേട്ടനെ വിളിച്ചു. വൈറ്റസ് ആണ് ആഷിഖ് അബുവിന് അത്യാവശ്യം പണിയൊക്കെ സെറ്റാക്കി കൊടുക്കാറുള്ളത്. പണി വേണം എന്ന് പറഞ്ഞ അവൻ വിളിച്ചപ്പോ വൈറ്റസ് പറഞ്ഞു, അടുത്ത ദിവസം 2 കല്യാണവും ഒരു ഇനാഗുറേഷനും ഉണ്ട്. കല്യാണത്തിന് ഞാൻ വരുന്നില്ല, ഇനാഗുറേഷൻ സിനിമാക്കാരുടെയാണോ? എങ്കിൽ വരാം. അതായിരുന്നു ആഷിഖിന്റെ മറുപടി. ഓ, നീ സിനിമാക്കാരുടെ പരിപാടിക്ക് മാത്രം പോവോ? വൈറ്റസ് അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ആഷിഖ് പറഞ്ഞു, അങ്ങനല്ല വൈറ്റസ് ഏട്ടാ, സിനിമാക്കാരുടെ പരിപാടിയാണെങ്കിൽ ഒരു സെൽഫി എടുത്ത അതുമായി മോക്ക് സ്കൂളിൽ പോയി കുറച്ചാളാവാലോ, അതുകൊണ്ടാ. മാത്രമല്ല നല്ല ടിപ്പും കിട്ടും. ആ ആയിക്കോട്ടെ, വിളിക്കാമെന്ന് പറഞ്ഞ് വൈറ്റസ് കോള് കട്ട് ചെയ്തു. ആഷിഖിന് ബന്ധുവായി അവിടെ ആകുള്ളത് ആഷിഖിന്റെ ഒരു കൊച്ചാപ്പ മാത്രമാണ്. കൊച്ചാപ്പയ്ക്കൊപ്പമാണ് ആഷിഖ് പൊതുവെ കറങ്ങി നടക്കുന്നത്. ചൂണ്ടയിടാൻ പോവലൊക്കെ ആഷിഖിന്റെ പ്രധാന വിനോദമാണ്. കുഞ്ഞിയെയും കൂട്ടി അന്നും അവർ ചൂണ്ടയിടാൻ പോയി. ആഷിഖിന്റെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പണിക്കൊന്നും പോവാതെ മടി പിടിച്ച് വീട്ടിൽ കിടക്കും. ഷെറിൻ ജോലിക്ക് പോയി കിട്ടുന്ന പണം കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കും. ഒരു കമ്പനിയിൽ തൂപ്പ് ജോലി നോക്കുന്ന ഷെറിനാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ പെരുമാറ്റം കൊണ്ടും മറ്റും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ടായി. ഷെറിൻ താനൊരു പപ്പായ ഫേഷ്യൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. 1500 രൂപയാണെന്ന് പറഞ്ഞതും ഷെറിന് പപ്പായ പറിച്ച് ഫേഷ്യൽ ഇടുവാൻ വേണ്ടി ആഷിഖും കുഞ്ഞിയും കൂടി ഇറങ്ങി. പപ്പായ പറിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആഷിഖ് വീഴുകയും കൈവിരൽ ഒടിയുകയും ചെയ്തു. മൊത്തത്തിൽ 2500 രൂപ ചെലവ്. അതിന്റെ പേരിൽ ഷെറിന്റെ ചെറിയൊരു വഴക്കും ആഷിഖിന് കേൾക്കുന്നുണ്ട്. എന്തായാലും അതോടെ ജോലിക്ക് പോകണമെന്ന വാശി ആഷിഖിനുള്ളിൽ ചെറുതായി കയറിപ്പറ്റി. അങ്ങനെ വൈറ്റസേട്ടനെ വിളിച്ച് വരാൻ പോകുന്ന ഒരു ഇനാഗുറേഷൻ ഡ്യൂട്ടി, ബൗൺസറായിട്ടുള്ള ഡ്യൂട്ടി അവൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇനാഗുറേഷൻ ദിവസം എത്തി. ലിച്ചിയായിരുന്നു ഉദ്ഘാടനത്തിനെത്തിയത്. ലിച്ചിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഷിഖ് അബുവും ബൗൺസേഴ്സായ സംഘവും കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ഒരുത്തൻ സെൽഫി ചോദിച്ച് വലിയ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി.
ആഷിക്ക് തടയാൻ നോക്കിയപ്പോ ആഷിക്കിന്റെ ഉടനെ കൈപിടിച്ച് ഒരു ഘട്ടത്തിൽ അവൻ തിരിക്കുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, കലിപൂണ്ട ആഷിക്ക് അവനെ ശക്തമായി മർദ്ദിക്കുകയാണ്. ആഷിക്കിന്റെ പഞ്ചേറ്റ് അവിടുത്തെ ഗ്ലാസ് വരെ തകർത്തായിരുന്നു അവൻ തെറിച്ചു വീണത്. അന്ന് അതിന്റെ പേരിൽ വൈറ്റസിന്റെ അടുത്ത് നിന്ന് ആഷിക്കിന് നല്ല ശകാരം കേൾക്കുന്നുണ്ട്. ഇത് തന്റെ പണിയല്ലേ വൈറ്റസേട്ടാ, താനവരെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് ആഷിക്ക് ഒരു തരത്തിൽ വൈറ്റസിന്റെ അടുത്ത് നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ഊരി മാറി. അതൊന്നൊതുങ്ങിയപ്പോ ലിച്ചിക്കടുത്ത് ചെന്ന് ഒരു സെൽഫി എടുക്കാനും ആഷിക്ക് മറന്നില്ല. അടുത്ത ദിവസം സെൽഫി കയറ്റിയ ഫോണുമായി കുഞ്ഞ് സ്കൂളിലെത്തി. തന്റെ വാപ്പ സിനിമയിലാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തള്ളും തുടങ്ങി. ലിച്ചി തങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. എന്നുവരെ ആ തള്ളിന്റെ അറ്റം നീണ്ടുപോയിരുന്നു. കഥ അവിടെ നിന്നും തുർക്കിക്കാരനും ബോക്സിംഗ് ചാമ്പ്യനുമായ സൈനുൽ അഖ്മദോവിലേക്ക് തിരിയുന്നു. സൈനുൽ അഖ്മദോവ് ഇറങ്ങിയ 17 മത്സരങ്ങളിൽ ഒന്നിൽ പോലും അയാൾ പരാജയപ്പെട്ടിട്ടില്ല. അതും എല്ലാം തന്നെ നോക്കൌട്ട് വിന്നുകളുമായിരുന്നു. 2024 ദുബായ് ഇന്റർനാഷണൽ ബോക്സിംഗ് അറീനയിൽ അന്ന് തന്റെ 18ാമത്തെ മത്സരത്തിന് സൈനുൽ അഖ്മദോവ് ഇറങ്ങി. ശക്തമായ ഫൈറ്റിൽ തന്റെ എതിരാളിയെ അഖ്മദോവ് പരാജയപ്പെടുത്തി. അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അഖ്മദോവ് വലിയ തരത്തിൽ ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അഖ്മദോവിന്റെ ഫൈറ്റ് എതിരാളികളെ സാരമായി പരിക്കേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു. സൈനിലൊന്ന് പരാജയപ്പെടുത്തിയതാകട്ടെ ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്ന ഫ്രേസറിനെയാണ്. പത്രക്കാരുടെ ചോദ്യശരങ്ങൾ ഇത്തരത്തിൽ നീണ്ടു. ഫ്രേസറിന് ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയാളുടെ കുട്ടികളെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ നിങ്ങൾ ചിന്തിച്ചിരുന്നോ? അഖ്മദോവിനെ സംബന്ധിച്ച് അതൊന്നും വലിയ വിഷയമേയായിരുന്നില്ല. തന്റെ അടുത്ത എതിരാളിയെയും താൻ എളുപ്പത്തിൽ പരാജയപ്പെടുത്തും എന്നെല്ലാവർക്കും മുമ്പിൽ വെച്ച് പറഞ്ഞ് അഖ്മദോവ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. ഷെറിനാണെങ്കിൽ നാളുകൾ കഴിയുന്തോറും ദേഷ്യം കയറി വരുന്നുണ്ട്. ആഷിക്ക് ജോലിക്ക് പോവാത്തതിലുള്ള പരിഭവവും ദേഷ്യവും ആഷിക്കിന്റെ കൊച്ചാപ്പയ്ക്കടുത്ത് ചെന്ന് അന്ന് ഷെറിൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടുകാരനൊന്നുമല്ലല്ലോ, അങ്ങേരുടെ കൊച്ചാപ്പയല്ലേ, ശക്തമായി പറയണം എന്നും ഷെറിൻ പ്രത്യേകം കൊച്ചാപ്പയ്ക്കടുത്ത് എടുത്തു പറയുകയും ചെയ്തു. അങ്ങനൊരു കുപ്പിയും വാങ്ങി കൊച്ചാപ്പ നേരെ ആഷിക് അബുവിനെ ചെന്ന് കാണുകയാണ്. അവന്റെ അടുത്ത് ജോലിക്ക് പോകാനുള്ള കാര്യം കൊച്ചാപ്പ കണിശമായി പറഞ്ഞു. പക്ഷേ ആഷിക്കിനുണ്ടോ വല്ല കുലുക്കവും. അവൻ പണിക്ക് പോവില്ലെന്ന മട്ടിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞ് വൈറ്റസ് വിളിക്കുന്നത്. പോവാൻ ഉദ്ദേശമില്ലാത്ത തരത്തിലാണ് ആഷിക്ക് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും കാര്യം മനസ്സിലായ കൊച്ചാപ്പ ഫോൺ കയറി അറ്റൻഡ് ചെയ്തു. വൈറ്റസിനോട് അവനെന്തായാലും ജോലിക്ക് വരും എന്ന് പറയുകയും ചെയ്തു. ആദ്യം ആഷിക്ക് കൊച്ചാപ്പാടെ വാക്ക് കേൾക്കാനും തയ്യാറായില്ലെങ്കിൽ പോലും പിന്നീട് കള്ളു കുടിക്കാനും മറ്റുള്ള കാര്യവുമൊക്കെ ആലോചിച്ചപ്പോ അവൻ തയ്യാറാവുകയാണ്. അടുത്ത ദിവസവും ബൗൺസറായി തന്നെയായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ എത്തുന്ന അതിഥി സിനിമാ താരമൊന്നുമല്ല, ബോക്സിംഗ് താരം സൈനുൽ അഖ്മദോവ് ആയിരുന്നു. എറണാകുളം ടൗൺ ഹാളിൽ കേരള സ്പോർട്സ് കൗൺസിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങോട്ടേക്കാണ് സൈനുൽ അഖ്മദോവ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രധാനമായും യുവജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സെക്ഷനായിരുന്നു അഖ്മദോവിന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ബോക്സിംഗ് ഫെഡറേഷൻ കൂടി ചേർന്ന് നടത്തിയ ആ പ്രോഗ്രാമിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. സൈനുൽ അഖ്മദോവ് തന്നെ അത്രമേൽ ജനങ്ങളെയും കുട്ടികളെയും കണ്ട് വലിയ ആവേശഭരിതനാവുന്നുണ്ട്. വൈകാതെ ചോദ്യോത്തരവേള ആരംഭിച്ചു. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന്, ചേട്ടാ ഞങ്ങൾക്ക് ബോക്സിംഗ് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അവിടുണ്ടായിരുന്ന ബോക്സിംഗ് ഫെഡറേഷന്റെ ഭാരവാഹിയായ വ്യക്തി അഖ്മദോവിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു. ഉടനടി അവിടെ ബൗൺസറായി ഉണ്ടായിരുന്ന ആഷിക്കിനെ വിളിച്ച് കോട്ടും കണ്ണടയും ഒക്കെ ഊരിക്കൊടുത്ത് ഒരു ബോക്സിംഗ് ഡെമോ അഖ്മദോവ് അവിടെ കാഴ്ചവെച്ചു. നിറഞ്ഞ കയ്യടികളോടെയായിരുന്നു കാണികൾ അത് സ്വീകരിച്ചത്. അടുത്തതായി മറ്റൊരു കുട്ടി ആവശ്യപ്പെട്ടതോ ആരെയെങ്കിലും അവിടെ വെച്ച് ഇടിച്ച് ബോക്സിംഗ് ചെയ്ത് കാണിക്കാമോ എന്ന തരത്തിലായിരുന്നു. അത് പറ്റില്ലെന്ന് അഖ്മദോവ് പറഞ്ഞു. അതോടെ ബോക്സിംഗ് ഫെഡറേഷന്റെ വ്യക്തി അഖ്മദോവിനോട് ഒരു സജഷൻ പറഞ്ഞു. എതിരാളിയുടെ നീക്കങ്ങളെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ടിപ്പെങ്കിലും ഇവർക്ക് പറഞ്ഞുകൊടുത്തുകൂടെ? അഖ്മദോവ് അതോടെ സംസാരിക്കാൻ തുടങ്ങി. എന്റെ എതിരാളികളിൽ ഭയം എനിക്ക് മണത്തറിയാൻ പറ്റാറുണ്ട്. അവരുടെ കണ്ണുകളിൽ ഭയം എനിക്ക് കാണാൻ പറ്റും. ഞാൻ അവർക്ക് നേരെ മുഷ്ടി ചുരുട്ടി നീട്ടിയാൽ അവർ ഫ്ലിഞ്ച് ചെയ്യും, അതായത് കണ്ണടച്ചു തുറക്കും. ഞാൻ ഡെമോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടുണ്ടായിരുന്ന ബൗൺസർ ആഷിക്കിനെ അഖ്മദോവ് തന്റെ മുമ്പിലേക്ക് വിളിച്ചു. ആഷിക്കിനെതിരെ ഇടിക്കാൻ എന്ന മട്ടിൽ ഒരു പഞ്ചടുപ്പിച്ച് അഖ്മദോവ് കൊണ്ടുവന്നെങ്കിലും ആഷിക്ക് കുലുങ്ങിയില്ല. ഒരു തരി ഭയം പോലും അവന്റെ കണ്ണുകളിൽ പ്രതിധ്വനിച്ചില്ല. കണ്ണിൽ ഫ്ലിഞ്ച് പോലും സംഭവിച്ചില്ല. 2 തവണ അഖ്മദോവ് അത് തുടർന്നിട്ടും അത് തന്നെയായിരുന്നു അവസ്ഥ. അതോടെ വാശി കയറിയ അഖ്മദോവ് യഥാർത്ഥത്തിൽ ആഷിക് അബുവിനൊരു പഞ്ച് കൊടുക്കുകയാണ്. അതോടെ കാണികൾ വലിയ തോതിൽ കൈയടിക്കുകയും മറ്റും ചെയ്തു. വലിയ വിജയത്തിന്റെ മട്ടിൽ മുഷ്ടിയുരുട്ടി കൈയുയർത്തി അഖ്മദോവ് നിന്നു. ആ സമയം പൊടുന്നനെ പാഞ്ഞുവന്ന ആഷിക് അബു നല്ലൊരു പഞ്ച് അഖ്മദോവിന്റെ മുഖത്തിട്ട് കൊടുത്തു.
ആ ഒരൊറ്റ പഞ്ചിൽ നോക്കൌട്ട് ചെയ്ത് അക്മദോവ് താഴെ വീണു. അത് വലിയൊരു കോലാഹലം തന്നെയായി മാറുകയായിരുന്നു. ആ സംഭവം വാർത്താശ്രദ്ധ പിടിച്ചുപറ്റി. ലോക ചാമ്പ്യന് ഒരു സാധാരണക്കാരന് മുമ്പിൽ അടിപതറി എന്ന തരത്തിൽ വാർത്തകൾ ആഘോഷിക്കപ്പെടാൻ ആരംഭിച്ചു. ഇന്റർനാഷണൽ ലെവലിലും ആ വാർത്ത ശ്രദ്ധ നേടി. അക്മദോവിന് അത് വലിയ അപമാനമായി മാറി. വൈറ്റസും നടന്ന സംഭവത്തിന്റെ പേരിൽ ആഷിഖ് കപൂറിനോട് ദേഷ്യപ്പെടുകയും ജോലിയിൽ നിന്നും അവനെ പിരിച്ചുവിടുകയും ചെയ്തു. സംഭവം വൈറലായി തനിക്ക് അപമാനമായി മാറിയതോടെ അക്മദോവിനും മൊത്തത്തിൽ ദേഷ്യം പിടിപ്പെട്ടിരുന്നു. ഇതിനിടയിൽ പോലീസുകാർ സംഭവത്തിന്റെ പേരിൽ ആഷിഖ് കപൂറിനെ അറസ്റ്റ് ചെയ്തു. SIയുമായി ആഷിഖ് കപൂറിന് പരിചയമുള്ളതുകൊണ്ട്, അയാൾ ഒരു നല്ല വ്യക്തിയായതുകൊണ്ട് ആഷിഖ് കപൂറിന് മേൽ കനത്ത ചാർജുകളൊന്നും വന്നില്ല. സംഭവം തുർക്കിയിലും വലിയ പ്രതിഷേധത്തിനും മറ്റും ഇടവെക്കുന്നുണ്ടായിരുന്നു. അക്മദോവിന്റെ ഗേൾഫ്രണ്ട് ഇത് വലിയ പ്രശ്നമായിരിക്കുകയാണ്, നീ തന്നെ നിന്റെ രീതിയിൽ ഇത് സോൾവ് ചെയ്യണം എന്ന് അക്മദോവിനോട് പറഞ്ഞു. അക്മദോവിനും തന്നെ നോക്കൌട്ട് ചെയ്ത കാര്യമോർത്ത് മൊത്തത്തിൽ വെറുവരുന്നുണ്ടായിരുന്നു. വൈകാതെ തുർക്കി എംബസിയിൽ നിന്നും മെസ്സേജ് വന്നു. അവർക്ക് പ്രശ്നമൊന്നുമില്ല, കേസൊന്നുമില്ലെന്ന് പറഞ്ഞ്. ബോക്സിംഗ് ഫെഡറേഷനും വിഷയമൊന്നുമില്ലാതെ വന്നതോടെ ആഷിഖ് കപൂർ ജയിൽ മോചിതനാവുകയാണ്. പക്ഷേ സ്റ്റേഷൻ പരിധി വിട്ട് പോകണമെങ്കിൽ അറിയിച്ചിട്ട് പോകണം എന്ന് CI അവന് നിർദ്ദേശം നൽകി. കൂട്ടത്തിൽ ഒരു വാണിംഗും. അക്മദോവ് അത്ര നിസ്സാരക്കാരനല്ല. അവനിടിച്ച് ജീവിതം തുലച്ച ആളുകളുടെ ഫോട്ടോസ് അടക്കം കോൺസ്റ്റബിളിനെ കൊണ്ട് CI ആഷിഖ് കപൂറിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും ആഷിഖിന്റെ സമാധാനം പോയിരുന്നു. അന്ന് കൊച്ചാപ്പയ്ക്കൊപ്പം മദ്യപിച്ച് അയാൾ ബോട്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ഭാര്യ ഷെറിന്റെ കോൾ വന്നപ്പോഴാണ് ആഷിഖ് ഉണരുന്നത്. അക്മദോവ് തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് ഷെറിൻ പറഞ്ഞു. അതോടെ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് ആഷിഖ് വീട്ടിലേക്ക് എത്തുകയാണ്. ആഷിഖാണെങ്കിൽ ഭീതിയിലാണ്. അക്മദോവ് വന്ന് സംസാരിച്ചു. ഫ്ലിഞ്ച് ചെയ്യാത്ത എതിരാളി ആഷിഖ് കപൂർ, നിന്റെ ആ സ്റ്റുപ്പിഡ് പഞ്ചുകൊണ്ട് എന്താ ഉണ്ടായതെന്നറിയാമോ? എന്റെ 10 കൊല്ലത്തെ ഹാർഡ് വർക്കാണ് ഇല്ലാതായത്. ഇംഗ്ലീഷിൽ അക്മദോവ് അത് പറഞ്ഞപ്പോ ഷെറിൻ പറഞ്ഞു, ആൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല. സ്പോർട്സ് കൗൺസിലിലെ വ്യക്തി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അക്മദോവിന് കൊടുത്തു. അത് കേട്ടതും കുഞ്ഞുചാടി പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോളാം. അക്മദോവ് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. എനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ നീ അത്ര മിടുക്കനാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു റിംഗ് ഉണ്ടാക്കാം, നമ്മൾ തമ്മിൽ റിംഗിൽ വെച്ച് ഏറ്റുമുട്ടാം. ആഷിഖ് മറുപടി പറയുന്നതിന് മുമ്പേ കുഞ്ഞ് തന്നെ മറുപടി പറഞ്ഞു, എന്റെ വാപ്പ റെഡിയാണ്, വാപ്പ ഫൈറ്റ് ചെയ്യും, എങ്കിൽ ഇതും കൂടി അവന് പറഞ്ഞു കൊടുത്തേരെ എന്ന് പറഞ്ഞ അക്മദോവ് പറഞ്ഞു, ഞാൻ റിംഗിൽ കയറിയാൽ വിജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല മത്സരിക്കുന്നത്, അവിടെ നിന്നിറങ്ങുമ്പോ നീ മരണപ്പെട്ടു എന്ന കാര്യം ഞാൻ ഉറപ്പാക്കിയിരിക്കും. അക്മദോവ് അതും പറഞ്ഞു പോയപ്പോ കുഞ്ഞി അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടിരുന്നു. കുഞ്ഞി അക്മദോവ് പറഞ്ഞ കാര്യവും ആഷിഖിനോട് പറഞ്ഞു. പിന്നാലെ അക്മദോവ് ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചു. അതിൽ റിംഗിൽ വെച്ച് അബുവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ താൻ തയ്യാറാണെന്നും അബു വിജയിച്ചാൽ അബുവിന് $1 മില്യൺ താൻ പ്രതിഫലമായി കൊടുക്കും എന്നും അക്മദോവ് പ്രഖ്യാപിച്ചു. ആ വിവരം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഷെറിന്റെ അടുത്തേക്കും അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ മുഖേന എത്തിയിരുന്നു. അബു വിജയിച്ചാൽ ഇന്ത്യൻ റുപ്യ ഏകദേശം 7 കോടിക്ക് മുകളിൽ കിട്ടും എന്ന് കേട്ടതും ഷെറിൻ അമ്പരക്കുന്നുണ്ട്. പിന്നാലെ വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ വാർത്തയിലായി. ആഷിഖ് ആ ദൗത്യം ഏറ്റെടുക്കുമോ, അക്മദോവിനെതിരെ റിംഗിലിറങ്ങുമോ എന്നതായിരുന്നു ചോദ്യങ്ങൾ മുഴുവൻ. ഒടുവിൽ ആഷിഖ് തന്നെ പ്രതികരിച്ചു. തനിക്കെന്ന് തെറ്റുപറ്റിയതാണെന്നും താൻ റിംഗിലേക്കില്ല എന്നും അയാൾ ഏവരെയും അറിയിച്ചു. അതും പറഞ്ഞ് ആഷിഖ് വീട്ടിലേക്ക് കയറിയപ്പോ ഷെറിൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇടിച്ചാലെന്താ? ഓഫീസിലുള്ളവര് നിങ്ങൾ ഇടിച്ചാൽ 7.5 കോടി രൂപ കിട്ടൂന്ന് പറഞ്ഞല്ലോ, ഇടി അത് ജയിച്ചാലേ കിട്ടൂ. അതും പറഞ്ഞ് ആഷിഖ് അബു മാറി. അബുവിന്റെ പിന്മാറൽ സംബന്ധിച്ച വാർത്ത മറ്റൊരിടത്ത് മറ്റു ചിലർ കാണുന്നുണ്ടായിരുന്നു. പ്രധാനമായും രാഘവൻ ആശാൻ അത് ശ്രദ്ധിച്ചു. ബോക്സിംഗ് ഗ്രാമത്തിലെ ബോക്സിംഗ് കോച്ചാണ് അദ്ദേഹം. ആശാന്റെ ശിഷ്യന്മാർ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന മട്ടി സംസാരിച്ചപ്പോ ആശാൻ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങൾ അവന്റെ പഞ്ചൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആഷിഖ് അബു അങ്ങനെ ഒരു സാധാരണക്കാരനല്ല എന്ന് ആശാൻ ഊഹിച്ചിരുന്നു. ഇതേസമയം സൈനുൽ അക്മദോവിനെ പറ്റി വല്ലാത്തൊരു കഥയിലൂടെ ആളുകൾ മുഴുവൻ വിവരവും അറിഞ്ഞു. അധികം വൈകാതെ രാഘവനാശാൻ ആഷിഖ് അബുവിനെ അന്വേഷിച്ച് കൊച്ചിയിലെത്തി. നേരിട്ട് കണ്ട് സംസാരിച്ചു. സംഭവം എന്തെന്നാൽ നാട്ടിലെ ബോക്സിംഗിന്റെ അവസ്ഥ വളരെ മോശമാണ്. നല്ലൊരു റിംഗ് പോലുമില്ല. ആഷിഖ് അബുവിന് വന്നിരിക്കുന്നത് നല്ലൊരു അവസരമാണ്. ആഷിഖ് അക്മദോവിനെതിരെ മത്സരിച്ചാൽ ആ മത്സരം ലോകശ്രദ്ധ പിടിച്ചുപറ്റും. അതോടെ കേരളത്തിലെ ബോക്സിംഗിന് കൂടുതൽ സൗകര്യങ്ങളും മറ്റും ചെയ്തു കിട്ടുകയും ചെയ്യും. കേരളത്തിലെ ബോക്സിംഗിനെ സ്നേഹിക്കുന്ന കുറെ പേരുടെ ജീവിതം തന്നെ മാറും. പക്ഷേ ആശാൻ എത്ര നിർബന്ധിച്ചിട്ടും അബുവിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആഷിഖ് അബു താൻ റിംഗിലേക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കോഴിക്കോടിന് വന്നാ മതി. ആശാന്റെ പേരാണ് ആശാന്റെ ID കാർഡ് എന്ന് പറഞ്ഞ് ശിഷ്യൻ ആശാന്റെ പിറകെ പോയി. പക്ഷെ കാര്യങ്ങൾ വൈകാതെ മാറിമറിയാൻ ആരംഭിച്ചു. ന്യൂസ് ചാനലുകൾ വിഷയം മറ്റൊരു തരത്തിലേക്ക് തിരിച്ചു. ആഷിഖ് ഗുണ്ടയാണെന്നും ഇവിടുത്തെ ഇവന്റ് മാനേജ്മെന്റും സിനിമ ഷൂട്ടിംഗ് സെറ്റുമൊക്കെ നിയന്ത്രിക്കുന്നത് ഗുണ്ടകളാണ്, അവരാണ് ബൗൺസേഴ്സായി വർക്ക് ചെയ്യുന്നത് എന്ന മട്ടിലൊക്കെ വാർത്തകൾ നിറയാൻ തുടങ്ങി. മുമ്പ് ലിച്ചിയുടെ ഉദ്ഘാടനത്തിൽ ആഷിഖ് അടിയുണ്ടാക്കിയ ദൃശ്യങ്ങളും അതോടെ പ്രചരിക്കാൻ ആരംഭിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, കുഞ്ഞിയുടെ കൂട്ടുകാർ വരെ ആ വാർത്ത കണ്ട്
നിന്റെ വാപ്പ ഗുണ്ടയാടി, അല്ലാതെ ഹീറോ ഒന്നുമല്ല എന്ന മട്ടിൽ കുഞ്ഞിയോട് പറഞ്ഞു. കുഞ്ഞിക്കത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സംഭവങ്ങളുടെ പേരിൽ വൈറ്റസിന്റെ സ്ഥാപനത്തിനും കുറെ പ്രശ്നങ്ങൾ വന്നതോടെ വൈറ്റസിനും ദേഷ്യമായി. വൈറ്റസിന്റെ സ്ഥാപനം മുഖേനയായിരുന്നു ഷെറിൻ ആ കമ്പനിയിൽ തൂപ്പുജോലി കിട്ടിയിരുന്നത്. വൈറ്റസ് തന്നെ ഷെറിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ഷെറിൻ പക്ഷേ വൈറ്റസിന് മുമ്പിൽ താണുകേണ് വണങ്ങിയൊന്നുമില്ല. ജോലി വലിച്ചെറിഞ്ഞ് ധൈര്യത്തോടെ ഇറങ്ങിപ്പോന്നു. ആഷിഖിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നിറയുകയായിരുന്നു. വാപ്പ ഗുണ്ടയാണെന്ന വാർത്ത പറഞ്ഞതോടെ കുഞ്ഞി ആഷിഖിനോട് ഒരുപാട് സംസാരിക്കാതായി. ജോലി പോയതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയില്ലെന്നും എല്ലാം ഇനി തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നും ഷെറിൻ തീർത്തു പറഞ്ഞു. ആഷിഖും ആകെ പ്രതിസന്ധിയിൽ അകപ്പെടുകയായിരുന്നു. പക്ഷേ ആഷിഖിന് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നത് തന്റെ മകൾ കുഞ്ഞി തന്നെ ഒരു ഗുണ്ടയായി കാണുന്നു എന്നതായിരുന്നു. കൊച്ചിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങൾ കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ ആഷിഖിനെ സമാധാനിപ്പിക്കാൻ ഷെറിൻ ശ്രമിച്ചു. ഞാൻ ഇടിക്കാത്തോണ്ടാ കുഞ്ഞിക്ക് ഇത്ര വിഷമം. ഞാൻ ഇടിക്കാത്തത് പേടിച്ചിട്ടാ, ആഷിഖ് പറഞ്ഞു. പേടിച്ചിട്ടോ? ഒറ്റയടിക്ക് അയാളെ ബോധം കെടുത്തിയ നിങ്ങൾക്കെന്തിനാ പേടി എന്ന മട്ടിലായിരുന്നു ഷെറിന്റെ മറുചോദ്യം. ആഷിഖ് പറഞ്ഞു, എനിക്ക് പേടി എന്നെ തന്നെയാണ്. ആഷിഖിന്റെ മുഖം രോഷം കൊണ്ട് ചുവന്നിരുന്നു. ആഷിഖ് ആ സമയം തന്നെപ്പറ്റി, തന്റെ പഴയകാലത്തെപ്പറ്റി പറയാൻ തുടങ്ങി. ആഷിഖ് അക്മദോവിനെ ഇടിച്ചത് അക്മദോവ് ആഷിഖിനെ ഇടിച്ചതുകൊണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അക്മദോവിന് കിട്ടിയ കയ്യടികൾ കേട്ടതുകൊണ്ടായിരുന്നു. അതായിരുന്നു ആഷിഖിനെ വെറുപിടിപ്പിച്ചത്. കയ്യടികൾ എന്നും ആഷിഖിനുള്ളതായിരുന്നു. മിക്കവാറും ഇടിച്ച് ചോര ചീറ്റിയതിന്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷം 2010, ഫോർട്ട് കൊച്ചി. അവിടെ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് നടക്കുന്ന ഒരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബിലെ പ്രധാന ഫൈറ്ററായിരുന്നു ആഷിഖ്. അതുവരേക്കും ഒരു ഫൈറ്റിൽ പോലും പരാജയപ്പെടാത്ത അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ, എതിരാളികളെ ചോര തൊപ്പിക്കുന്നവൻ. അങ്ങനെയിരിക്കെ അബുവിനോട് ദേഷ്യമുള്ള, അബുവിന്റെ പ്രവൃത്തികളോട് ശത്രുതയുള്ള കുറച്ചാളുകൾ അബുവിനൊത്ത ഒരു എതിരാളിയെ ഇറക്കി. നാഷണൽ ലെവലിൽ മത്സരിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ഷിൻസ് എന്ന ബോക്സറായിരുന്നു അത്. ഷിൻസിന് കുറച്ച് പണത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ടായിരുന്നു ഷിൻസ് അന്ന് അങ്ങോട്ടേക്ക് എത്തിയത്. അടുത്ത ആഴ്ച നാഷണൽസ് ഉള്ളതാണ്. അതിലൊരു മെഡൽ കിട്ടിയാൽ തന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും എന്ന് ഷിൻസ് അപ്പോൾ പറയുന്നുമുണ്ട്. പണത്തിന്റെ ആവശ്യകത കൊണ്ട് ഷിൻസ് അബുവിനെതിരെ മത്സരിക്കാനിറങ്ങി. അന്ന് പക്ഷേ മത്സരത്തിൽ അബുവിന് അടിപതറി. ഷിൻസ് അബുവിനെ അടിച്ചിട്ടു. അബുവിന്റെ ചരിത്രത്തിൽ ആദ്യമായി പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിൽ അബുവിന്റെ പേരും വീണു. തന്റെ പരാജയം താങ്ങാൻ അബുവിന് സാധിച്ചിരുന്നില്ല. അന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഷിൻസ് വന്നപ്പോൾ കൂട്ടുകാരന്റെ വാക്കുകേട്ട് വെറുപൂണ്ട അബു ഷിൻസിനെ ഡ്രസ്സിംഗ് റൂമിലിട്ട് ഇടിച്ചു. അവന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടും വരേക്കും അബു ഇടിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ പേരിൽ ഒരു കേസ് പോലും അന്ന് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അന്ന് അബു പരാജയപ്പെട്ടപ്പോ ഷിൻസിന് വേണ്ടി മുഴങ്ങിയ കയ്യടികളായിരുന്നു അബുവിനെ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി വെറുപിടിപ്പിച്ചത്. അതേ കയ്യടികളാണ് അക്മദോവിനെ ഇടിക്കാനും അബുവിനെ പ്രേരിപ്പിച്ചത്. ആ പരാജയം അംഗീകരിക്കാൻ പറ്റാതെ ഇപ്പോഴും അതേ റിങ്ങിൽ താൻ നിൽക്കുകയാണ് എന്ന് അബു അന്ന് ഷെറിനോട് പറഞ്ഞു. അധികം വൈകാതെ അബു ഒന്ന് തീരുമാനിച്ചിരുന്നു. സ്റ്റേഷനിലെത്തി നാടുവിട്ട് പോവാനുള്ള പെർമിഷൻ അബു ചോദിച്ചു വാങ്ങി. അക്മദോവിനെതിരെ മത്സരിക്കാൻ റിങ്ങിലിറങ്ങാൻ അബു തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ കുഞ്ഞ്, തന്റെ മകൾ തന്നെ ഒരു ഗുണ്ടയായി കാണരുത് എന്ന് അബുവിനുണ്ടായിരുന്നു. തന്റെ മകളോടും കൊച്ചാപ്പയോടും കാര്യങ്ങൾ പറഞ്ഞ് അബു അവിടെ നിന്നും വണ്ടി കയറി. അബു നേരെ പോയത് കോഴിക്കോടിനായിരുന്നു. രാഘവൻ ആശാന്റെ അടുത്തേക്ക്, കൃത്യമായി പറഞ്ഞാൽ പൂളാടിക്കുന്ന് എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലേക്ക്. ആ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ബോക്സിംഗ് ഗ്രാമം എന്ന പേരിലായിരുന്നു. ക്യൂബ എന്ന പേരിൽ രാഘവനാശാൻ അവിടെ ഒരു ബോക്സിംഗ് പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ട്. അബു അങ്ങനെ രാഘവൻ ആശാന്റെ അടുത്തെത്തി. ആശാൻ അബുവിനെ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ആശാൻ അബുവിന്റെ സ്ട്രെങ്ത് അളന്നു. അബുവിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കുതിക്കാൻ പറ്റുമെങ്കിലും പ്രതിരോധിക്കാൻ തീരെ കഴിവുണ്ടായിരുന്നില്ല. ആശാൻ പിന്നാലെ അബുവിന്റെ ട്രെയിനിങ് ഏറ്റെടുത്തു. ആദ്യഘട്ടത്തിൽ തന്റെ പാസ്റ്റുമായി സന്ധി ചെയ്യാൻ ആശാൻ അബുവിനെ ഉപദേശിച്ചു. 36 മിനിറ്റ് അസാമാന്യ കരുത്തുള്ള അക്മദോവിനോട് 12 റൗണ്ട് റിങ്ങിൽ മുട്ടിനിൽക്കാനുള്ളതാണ്. അതിനുവേണ്ടി മനസ്സിനെയും ശരീരത്തിനെയും അബുവിന് പാകപ്പെടുത്തണമായിരുന്നു. രാഘവൻ ആശാന് ഒരു പാസ്റ്റ് ഉണ്ട്. റിങ്ങിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഈഗോ ആണ് ആശാൻ ആദ്യം ഇല്ലാതാക്കുക. പിന്നീട് പരിശീലനം ആരംഭിക്കും. ക്യൂബയിൽ പോയി തന്റെ നല്ല കാലത്ത് ബോക്സിംഗ് പഠിച്ച വ്യക്തിയാണ് ആശാൻ. ആശാൻ അബുവിന് ഡിഫൻസ് പ്രാക്ടീസുകൾ നൽകാൻ തുടങ്ങി. അറ്റാക്കിനോളം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ബോക്സിംഗിൽ ഡിഫൻസ് എന്നും ആശാൻ അബുവിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അബുവിന്റെ സ്റ്റാമിനയും വർദ്ധിപ്പിക്കണമായിരുന്നു. ദ്വീപഗ്രാമമായ അവിടെ 6ഓളം ദ്വീപുകൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ കായലിലൂടെ നീന്തി സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ അബുവിന് നിർദ്ദേശം ലഭിച്ചു. അബു അങ്ങനെ സ്റ്റാമിന
വർദ്ധിപ്പിക്കാൻ നീന്തലും ആരംഭിച്ചു. മറുവശത്ത് അക്മദോവും തന്റെ പ്രാക്ടീസിലായിരുന്നു. എന്തു വില കൊടുത്തും പോയ തന്റെ പേരും പ്രശസ്തിയും തിരിച്ചുപിടിക്കണം എന്ന് അക്മദോവിന് വെറിയുണ്ടായിരുന്നു. വൈകാതെ സ്പോർട്സ് കൗൺസിലിന്റെയും ബോക്സിംഗ് ഫെഡറേഷന്റെയും മീറ്റിംഗ് വന്നു. മത്സരം തീരുമാനിക്കപ്പെട്ട സ്ഥിതിക്ക് 45 ദിവസത്തിനുള്ളിൽ ഡേറ്റ് ഫിക്സ് ചെയ്ത് മത്സരം നടത്തണം എന്നവർ ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴുള്ള ഈ ബൂം ഷോർട്ട് പീരീഡിൽ ഉണ്ടായതാണെന്നും അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് നടത്തിയാലേ എന്തെങ്കിലും ഗുണമുണ്ടാവൂ എന്നായിരുന്നു സ്പോർട്സ് കൗൺസിൽ വ്യക്തികളുടെ വാദം. അവരാണെങ്കിൽ മൊത്തത്തിൽ ആഷിക് കപൂറിനെതിരായിരുന്നു, അക്മദോവിന്റെ പക്ഷത്തുമായിരുന്നു. 45 ദിവസം എന്നത് കുറഞ്ഞ കാലയളവാണെങ്കിലും സ്പോർട്സ് കൗൺസിൽ വ്യക്തികൾ വെല്ലുവിളിച്ചപ്പോൾ രാഘവനാശാൻ അത് ധൈര്യത്തോടെ ഏറ്റെടുത്തു. ഇന്നേക്ക് 45-ാം ദിവസം അബു റിങ്ങിലിറങ്ങും എന്നാശാൻ ധൈര്യത്തോടെ പറഞ്ഞു. ഭയത്തോടെ അവിടെ നിന്നിറങ്ങുമ്പോൾ അബു ചോദിച്ചു, ആശാനെ 45 ദിവസവും കൊണ്ട് വല്ലതും നടക്കോ? നടക്കില്ല, പക്ഷേ നമ്മൾ നടത്തും എന്നായിരുന്നു ആശാന്റെ മറുപടി. അങ്ങനെ വൈകാതെ ഫൈറ്റ് അനൗൺസ്മെന്റ് ദിവസം എത്തി. ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ അക്മദോവും ആഷിക് കപൂറും എത്തിയിരുന്നു. അക്മദോവ് തന്റെ ബനിയനൊക്കെയൂരി വേദിയിൽ മികച്ച ഷോ കാണിച്ചു. എന്ത് ചെയ്യുമെന്ന് ആഷിക്കിനൊരു പിടുത്തമുണ്ടായിരുന്നില്ല. താനും ഷർട്ടൂരണോ എന്നവൻ ആശാനോട് ചോദിച്ചു. വേണ്ടടാ, നീ മുണ്ടുമടക്കി കുത്തി അങ്ങോട്ട് കേറിക്കോ എന്നായിരുന്നു ആശാൻ പറഞ്ഞത്. ആശാൻ പറഞ്ഞത് അപ്രകാരം തന്നെ ആഷിക് കപൂർ കേട്ടു. മുണ്ടുമടക്കി കുത്തി അവൻ വേദിയിലേക്ക് നടന്നു കയറി. കയ്യടികൾ വീണിരുന്നു. തന്റെ എതിരെ വന്ന ആഷിക്കിനോട് അന്ന് അക്മദോവ് പറഞ്ഞു, ഇനി ഞാനൊരു ചാൻസ് എടുക്കില്ല. റിങ്ങിൽ വെച്ച് നിന്നെ ഞാൻ ചതച്ചു കളയും. അനൗൺസ്മെന്റ് ഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ടതോടെ കുഞ്ഞിയും തന്റെ പഴയ പവറിലേക്ക് വന്നിരുന്നു. വാപ്പയെ ഗുണ്ടെന്ന് വിളിക്കുന്നവരെയൊക്കെ അവൾ ഭീഷണിപ്പെടുത്തി. തന്റെ വാപ്പ ഹീറോ ആണ് എന്ന് വീണ്ടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ആഷിക് കപൂറിന്റെ പരിശീലനം തുടർന്നു. ഓരോ ഘട്ടവും പിന്നിട്ട് പരിശീലനം മുന്നേറിക്കൊണ്ടിരുന്നു. കൂടുതൽ മികച്ച പരിശീലനം ഇനി വേണമെങ്കിൽ ഫണ്ട് കൂടി വേണമെന്ന അവസ്ഥ അവരിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതോടെ ആശാൻ സ്പോൺസറെ തിരഞ്ഞു. അങ്ങനെയാണ് സാം കമ്പനിയുടെ ഉടമയിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അതിനോടകം ബോക്സിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ആഷിക് കപൂർ മുണ്ടുമടക്കി കുത്തിയ വീഡിയോ റീൽസിൽ വൈറലായി 2 മില്യണിലധികം വ്യൂ നേടിയിരുന്നു. അതൊക്കെ വെച്ച് ഇടി കൊടുത്താലും കൊണ്ടാലും കമ്പനിക്ക് ബൂസ്റ്റാണെന്ന് മനസ്സിലാക്കി സാം കമ്പനി ഉടമ അവരെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ പ്രശ്നം ആരംഭിച്ചത് പിന്നീടായിരുന്നു. എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ ബോക്സിംഗ് ഡ്രസ്സിന്റെ ഡിസൈനിങ്ങും ആഡ് ഷൂട്ടും ഒക്കെയായി പരിശീലനത്തിനുള്ള സമയം വരെ കമ്പനി ഉടമ എടുക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ ആശാൻ ഒന്ന് സഹിച്ചെങ്കിലും സംഗതി അതിരുവിടുന്ന കണ്ടതും ആശാൻ ഇടപെട്ടു. പരിശീലനം കഴിഞ്ഞിട്ടുള്ള ആഡും മറ്റുമൊക്കെ മതി എന്നാശാൻ വിഷയമുണ്ടാക്കിയതോടെ സ്പോൺസറായ സാം കമ്പനി ഉടമ ഒന്നടങ്ങി. അങ്ങനെ വീണ്ടും പരിശീലനം തുടരുകയാണ്. പക്ഷേ ഇത്തവണ കൂടുതൽ കഠിനമായ പരിശീലനത്തിന് ക്യൂബയിൽ നിന്നും ആശാൻ തന്റെ കൂട്ടുകാരെ ഇറക്കിയിരുന്നു. ക്യൂബൻ ബോക്സിംഗ് സ്റ്റൈൽ ആഷിക് കപൂറിനെ പരിശീലിപ്പിക്കാനായിരുന്നു ആശാന്റെ ലക്ഷ്യം. കാലുകൾ കൊണ്ട് നൃത്തമാടുന്ന രീതിയിൽ മികച്ച മൂവ്മെന്റുകൾ നടത്തുന്ന ഒരു ബോക്സിംഗ് സ്റ്റൈലാണത്. പക്ഷേ പരിശീലനത്തിൽ പലപ്പോഴും ആഷിക് കപൂർ എതിരാളിയുടെ കൈപിടിക്കുന്നുണ്ടായിരുന്നു. ബോക്സിംഗിൽ അത്തരത്തിൽ പ്രവർത്തിച്ചാൽ അത് ഫൗളാണ്. ആശാൻ അത് ശ്രദ്ധിച്ചു. ഇതേസമയം മറുവശത്ത് അക്മദോവിന്റെ പ്രവൃത്തികളും മുൻ മത്സരങ്ങളിലെ എതിരാളികളുടെ അവസ്ഥയും ഷെറിൻ അറിഞ്ഞിരുന്നു. ഷെറിൻ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഷെറിൻ ആഷിക്കിനെ കാണാൻ കോഴിക്കോടെത്തി. അന്നവർ സംസാരിച്ചു. നീയുള്ള ഒരേ ഒരു ധൈര്യത്തിലാ, എന്തേലും വന്നാൽ എന്നെ നോക്കുമെന്ന ധൈര്യത്തിലാ താൻ റിങ്ങിൽ ഇറങ്ങാൻ പോകുന്നത് എന്ന് ആഷിക് ഷെറിനോട് പറഞ്ഞു. ദുഃഖമുണ്ടെങ്കിലും ഷെറിൻ ധൈര്യം കൊടുത്ത് ആഷിക്കിനെ ചേർത്തു പിടിച്ചു. വീണ്ടും പരിശീലനം തുടർന്നു. പക്ഷെ അപ്പോഴും ആഷിക്ക് എതിരാളിയെ പിടിച്ചു നിർത്തുന്ന ആ സ്വഭാവം തുടരുന്നുണ്ടായിരുന്നു. അത് കണ്ട് തുടർച്ചയായി ആഷിക്കിനോട് പറഞ്ഞിട്ടും മാറ്റം വരാത്തത് കണ്ട് ആശാൻ ദേഷ്യപ്പെട്ടു. റിങ്ങിൽ നിന്നെ കൊല്ലാൻ നിൽക്കുന്നവനെ ഇങ്ങനെ പിടിച്ചു നിർത്തോടാ എന്നാശാൻ ദേഷ്യത്തോട് ചോദിച്ച് അവിടെ നിന്ന് പോയി. ആഷിക്കന്ന് ആകെ തളർന്നിരുന്നിരുന്നു. താൻ പറഞ്ഞത് ആശാൻ കേൾക്കാൻ പോലും നിന്നില്ലല്ലോ എന്നോർത്ത് ആഷിക്ക് നിരാശനായി. കൊച്ചാപ്പ ആഷിക്കിന്റെ അടുത്തെത്തി ആഷിക്കിനെ ആശ്വസിപ്പിച്ചു. ബോക്സിംഗിൽ പങ്കെടുക്കുമ്പോ മാനസികമായ തയ്യാറെടുപ്പും വേണം. ആശാൻ നേരത്തെ അത് പറഞ്ഞതാണല്ലോ. നീ മാച്ച് ഹജ്ജിന് പോകുന്ന പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങില്ലേ? ഒരുത്തൻ അവന്റെ നല്ല സമയത്ത് നിൽക്കുമ്പോഴാ നീ അവന്റെ കണ്ണിടിച്ച് തകർത്തത്. ആ ബുദ്ധിമുട്ടാ നിന്റെ ഉള്ളിലുള്ളത്. നമ്മൾ അവനെ പോയി കാണും. നീ അവനോട് ക്ഷമ ചോദിക്കണം. അവന്റെ പൊരുത്തം വാങ്ങണം. അതിന് അവനിപ്പോ എവിടെയാണെന്ന് എങ്ങനെ അറിയാം എന്നായിരുന്നു ആഷിക്കിന്റെ മറുചോദ്യം. അക്കാര്യമൊക്കെ കൊച്ചാപ്പ ഏറ്റിരുന്നു. വൈകാതെ ഒരു വർക്ക്ഷോപ്പിൽ വെൽഡറായി ജോലി നോക്കുന്ന അന്നത്തെ ആ പയ്യനെ കൊച്ചാപ്പ കണ്ടെത്തുകയാണ്. ആഷിക്ക് അവിടെ ചെന്ന് അവനെ നേരിട്ട് കണ്ടു. പക്ഷെ 13 കൊല്ലം കഴിഞ്ഞ് മാപ്പ് കോപ്പെന്നൊക്കെ പറഞ്ഞു വന്ന അതത്ര എളുപ്പമൊന്ന് തരാൻ പറ്റോ എന്നായിരുന്നു അവൻ ചോദിച്ചത്. നിന്റെ ഈഗോ കാരണം എനിക്ക് പോയത് എന്റെ ജീവിതോടാ എന്നും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇറങ്ങിപ്പോവാൻ ആഷിക്കിനോട് ആക്രോശിച്ച അയാൾ മാപ്പ് കൊടുക്കാതെ ആഷിക്കിനെ ഇറക്കി വിട്ടു. ആഷിക്ക് പോകുമ്പോ ഷിൻസ് പിന്നിൽ നിന്നും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും എടുത്തിട്ടുണ്ടോ ഒരു ടിക്കറ്റ്, നീ നശിക്കുന്നത്
അത് കാണാൻ വേണ്ടിയിട്ട് നിനക്ക് പണ്ടും ഒരാളെ നേരെ നിന്ന് അടിക്കാനുള്ള ആംബിയറൊന്നുമില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, റിങ്ങില് അവന്റെ മുമ്പിൽ നിന്ന് ഒരടി അവനെ അടിച്ചിട്ട് വാ. നിന്റെ കൊച്ചാപ്പ പറഞ്ഞില്ലേ ആ പൊരുത്തം, എന്നിട്ട് ഞാൻ തരാം. അവന്റെ ആ വാക്കുകൾ കേട്ടതും ആഷിക്കിന് വെറി പിടിച്ചിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടി. അന്നു മുതൽ കൂടുതൽ വെറിയോടെ വാശിയോടെ ആഷിക്ക് പരിശീലനത്തിലേർപ്പെട്ടു. ശക്തമായ പരിശീലന കാലയളവ്. ഓരോ പരിശീലന മുറകളും വളരെ മികച്ച രീതിയിൽ അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ഘട്ടത്തിലും ഇംപ്രൂവ്മെന്റ് പ്രകടമായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ ദിവസം എത്തി. ആഷിഖ് അബുവും സൈനുൽ അഹ്മദവും തമ്മിലുള്ള ഫൈറ്റിന്റെ ദിവസം. കാണികളായി വീട്ടുകാരും നാട്ടുകാരും ഒപ്പം സ്പോർട്സ് കൗൺസിലും ഫെഡറേഷൻ ഭാരവാഹികളും ആഷിഖിന്റെ സ്പോൺസറും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ കളിക്കളം കണ്ടത് ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ അഹ്മദോവിനെതിരെ പൊരുതുന്ന കാഴ്ച. ആദ്യ 3 റൗണ്ടിൽ അഹ്മദോവിന്റെ ഇടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആഷിഖ് നന്നേ കഷ്ടപ്പെട്ടു. 4ാമത്തെ റൗണ്ടായപ്പോൾ ക്യൂബൻ സ്റ്റൈൽ പുറത്തെടുക്കാൻ ആശാൻ അബുവിനോട് പറഞ്ഞു. ആഷിഖ് അതോടെ ക്യൂബൻ സ്റ്റൈലിലേക്ക് മാറി. പെട്ടെന്നുള്ള ആ മാറ്റം സൈനുൽ അഹ്മദോവിന് പെട്ടെന്നൊരു പിടുത്തം കൊടുക്കാത്തതായിരുന്നു. പിന്നെ അഹ്മദോവിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും മികച്ച രീതിയിൽ പിടിച്ചു നിൽക്കാനും അബുവിന് കഴിഞ്ഞു. അങ്ങനെ 5ാം റൗണ്ട് എത്തി. ക്യൂബൻ സ്റ്റൈലിൽ തന്നെ അബു പൊരുത്താൻ തുടങ്ങി. പക്ഷെ ഇത്തവണ അബുവിന്റെ കാലിൽ ചവിട്ടി അബുവിനെ തടഞ്ഞ് അഹ്മദോവ് മർദ്ദിക്കാൻ തുടങ്ങി. അതൊരു ഫൗളായിരുന്നെങ്കിൽ കൂടിയും റഫറിയുടെ കണ്ണിൽ പെടാത്തതുകൊണ്ട് ഫൗള് വിളിക്കപ്പെട്ടിരുന്നില്ല. അബുവിനെ ശക്തമായി മർദ്ദിച്ച് അഹ്മദോവ് താഴെ വീഴ്ത്തി. നോക്കൌട്ടായി എണ്ണൽ ആരംഭിച്ചു. അബു പക്ഷേ വീണെടുത്തു നിന്ന് എഴുന്നേറ്റ് വന്നു. തോറ്റുകൊടുക്കാൻ അബു ഒരുക്കമായിരുന്നില്ല. അങ്ങനെ 5ാം റൗണ്ടും അവസാനിച്ചു. ആശാൻ അബുവിന്റെ അടുത്ത് സൈഡ് റിങ്ങിൽ വന്നപ്പോൾ സംസാരിച്ചു. അവൻ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫൗള് കളിക്കുന്നത്. ആശാൻ പറഞ്ഞു. അടുത്ത റൗണ്ടിൽ അബുവിനെ താൻ കൊല്ലുമെന്ന് ആശാനോടായി അഹ്മദോവ് ആ സമയം പറയുന്നുമുണ്ട്. അങ്ങനെ 6ാമത്തെ റൗണ്ടായി. ഫൈറ്റ് തുടർന്നു. ആശാൻ പറഞ്ഞ വാക്കുകൾ അബു ഓർത്തു. എങ്ങനെയും 6 റൗണ്ട് വരെ നീ പിടിച്ചു നിൽക്കണം. 5ാം റൗണ്ട് കഴിഞ്ഞ് അഹ്മദോവിനെതിരെ ഇതുവരെ ഒരു എതിരാളികളും പോയിട്ടില്ല. 6ാമത്തെ റൗണ്ട് അവന് പുതിയൊരു അനുഭവമായിരിക്കും. അതിൽ അവനൊരു പിഴവ് സംഭവിക്കും. ആ പിഴവിനായി നീ കാത്തിരിക്കണം. ആ പിഴവ് സംഭവിക്കുമ്പോ നീ ശക്തമായി പ്രഹരമേൽപ്പിക്കണം. അത്തരത്തിൽ ഒരു പിഴവിന്റെ അവസരം അബുവിന് വീണ് കിട്ടി. അബു അത് കൃത്യമായി അഹ്മദോവിന്റെ മേൽ പ്രഹരമായി ഏൽപ്പിക്കുകയും ചെയ്തു. അബുവിന്റെ ഫൈറ്റ് ചെയ്തുള്ള തിരിച്ചുവരവ് ഏവരും ഞെട്ടലോടെ കണ്ടു. അഹ്മദോവിനെതിരെ അബു ഇടിച്ചു കയറി. വീണ്ടും ഫൈറ്റ് തുടർന്നുകൊണ്ടിരുന്നു. റൗണ്ടുകൾ ഓരോന്നായി കഴിഞ്ഞു വന്നു. അഹ്മദോവിനെതിരെ അബു ഇടിച്ചു നിന്നുകൊണ്ടിരുന്നു. 10ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും അഹ്മദോവിന്റെ മൈൻഡ് തന്നെ മാറിയിരുന്നു. കോച്ച് വന്ന് അഹ്മദോവിനടുക്കൽ അവൻ വെറുമൊരു തുടക്കക്കാരൻ മാത്രമാണ്, നോക്കൌട്ട് ചെയ്ത് വീഴ്ത്ത് എന്ന് പറഞ്ഞപ്പോൾ അല്ല, അവൻ തുടക്കക്കാരനല്ല, അവൻ വ്യത്യസ്തനാണ് എന്നായിരുന്നു അഹ്മദോവിന്റെ മറുപടി. ഒടുവിൽ അവസാനത്തെ റൗണ്ട് 12ാം റൗണ്ട് നടക്കാൻ പോകുന്നു. ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ ആ റൗണ്ടിൽ നടന്നു. റൗണ്ട് അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് അബു ശക്തമായൊരു പ്രഹരമേൽപ്പിക്കാൻ അഹ്മദോവിന് നേരെ മുഷ്ടി ചുരുട്ടി നീട്ടിയിരുന്നു. പക്ഷേ അഹ്മദോവ് അതിൽ നിന്നൊഴിഞ്ഞു മാറി. ആരും നോക്കൌട്ട് ചെയ്യപ്പെടാതെ 12ാം റൗണ്ടും അവസാനിച്ചു. മത്സരം പൂർണ്ണമായി. ഒടുവിൽ വിധികർത്താക്കളുടെ വിധി വന്നു. പോയിന്റിന്റെ അടിസ്ഥാനത്തിലും 2 നോക്കൌട്ട് ശ്രമിച്ചതിന്റെ പേരിലും അഹ്മദോവായിരുന്നു വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ ഇതേ സമയം അബുവിനെ സംബന്ധിച്ചിടത്തോളം അഹ്മദോവിനെതിരെ 12 റൗണ്ട് പിടിച്ചു നിന്നു എന്നത് തന്നെ വിജയമായിരുന്നു. റിങ്ങിൽ നിന്നിറങ്ങി അബു പോവാൻ നിന്നപ്പോൾ അഹ്മദോവ് അബുവിനെ വിളിച്ചു നിർത്തി. അബുവിനടുത്ത് ചെന്ന് തോളിൽ തട്ടിക്കൊണ്ട് ബഹുമാനപൂർവ്വം തന്നെ സ്നേഹത്തോടെ അബുവിനോട് അഹ്മദോവ് സംസാരിച്ചു. അബു, എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റായിരുന്നു ഇത്. അതിന് നിന്നോട് എനിക്ക് നന്ദി പറയണം. ഇതിനു മുമ്പ് ആരും തന്നെ 5ാമത്തെ റൗണ്ട് കഴിഞ്ഞ് എനിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ തന്നെയാണ് ഇതിലെ വിജയി. ഈ ബോക്സിംഗ് റിംഗിൽ മാത്രമല്ല എന്റെ മനസ്സിലും നീ വിജയിച്ചിരിക്കുന്നു. അഹ്മദോവ് പിന്നാലെ $1 മില്യൺ എഴുതിയ ചെക്ക് ആഷിഖിന് കൊടുത്തു. പക്ഷേ ആഷിഖ് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതോടെ ഇതെന്റെ ട്രാൻസ്ലേറ്ററിനുള്ളതാണ് എന്ന് പറഞ്ഞ് അഹ്മദോവ് ആ ചെക്ക് കുഞ്ഞിക്ക് കൈമാറി. എല്ലാവരും ആരവം മുഴക്കി. അബു എന്ന പേര് ആ സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞു കേട്ടു. സ്റ്റേഡിയത്തിന് നടുവിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഷിൻസും ഉണ്ടായിരുന്നു. താൻ പൊരുത്തം കൊടുത്തു എന്ന മട്ടിൽ അവൻ അബുവിന് നേരെ മുഖഭാവം കാട്ടി. അബുവിനും സന്തോഷവും സമാധാനവുമായിരുന്നു. അബു തന്റെ ഫൈറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നു. ആശാൻ തന്റെ പുതിയ ടാലന്റുകൾക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടുമിരുന്നു. ആ ദൃശ്യങ്ങളോടെ ദാവീദ് എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.